ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണല്ലോ. അപ്പോൾ അത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണ്. എനിക്കിപ്പോൾ 9th മന്ത് കഴിഞ്ഞു. ഡേറ്റൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അത്യാവശ്യം ഹോസ്പിറ്റലിലേക്ക് ഞാൻ എന്തൊക്കെയാണ് എടുത്തു വെച്ചതെന്നുള്ള അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്കിപ്പോൾ 3 ബാഗാണുള്ളത്. അപ്പം എന്തൊക്കെയാണുള്ളതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഞാനത് ഫസ്റ്റ് തന്നെ കുറച്ച് കോട്ടൺ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അലക്കിയിട്ട് ഇസ്തിരിട്ട് മടക്കി വെച്ചാട്ടോ. ഇത് ബേബിൻ്റെ കഷ്ണം തുണിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല, കുറച്ചാണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ക്ലോത്ത് എടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാം. അതല്ല ബേബീനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഷോൾഡറിലൊക്കെ ഇടാം. പിന്നെ ഈ ഒരു ടൈപ്പ് ബാത്ത് ടവലും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ലാബ് റൂമിനുള്ളിൽ ചോദിക്കുകയോ എന്താണെന്നൊന്നും അറിയത്തില്ല, അപ്പോൾ അതിനും വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പമ്പേഴ്സ്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്തായാലും പമ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം, അതുകൊണ്ടത്. പിന്നെ ഈ എംബ്രോയ്ഡറിങ് ചെയ്ത ടൈപ്പ് ബട്ടൺസ് വരുന്ന 2 ടൈപ്പ് ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കെട്ടുന്ന ടൈപ്പ് ഡ്രസ്സസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ അയക്കലപ്പം നമുക്ക് കംഫർട്ട്, ബേബിക്ക് അതായിരിക്കും കംഫർട്ട്. അപ്പം ഈ ഒരു ടൈപ്പ് സൈഡിലേക്ക് കെട്ടുന്ന ടൈപ്പും ഫ്രണ്ട് പോർഷനിൽ കെട്ടുന്ന ടൈപ്പ് ഡ്രസ്സസും ഞാൻ നല്ലവണ്ണം അലക്കി ഇസ്തിരിട്ട് വെച്ച് മടക്കി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ എടുത്തതാട്ടോ. പിന്നെ ഈ ഒരു ഫുൾ കവർ ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സസും ഞാനൊരു 3 ഹോസ്പിറ്റലിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നൈറ്റൊക്കെ ചിലപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒന്നും കൂടി കംഫർട്ട് എന്ന്. പിന്നെ ഈ ഒരു ടൈപ്പ് ടർക്കീസ് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ബേബിനെ തരുന്ന സമയത്ത് നമുക്ക് എടുക്കാനും, അല്ലാണ്ട് ഇത് കുറച്ച് വലുതാണ്, അപ്പം നമുക്കിതൊന്ന് ബ്ലാങ്കറ്റാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 ടൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈറ്റ 2 സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യാപ്പ് കൈമേലും കാൽമേലൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്ററി പാഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിയുടെ നെറ്റ് ബെഡ്, അത് മസ്റ്റാണല്ലോ, ഹോസ്പിറ്റലിൽ എന്തായാലും ആവശ്യമാണ്. അപ്പം അതിട്ടാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ബേബീൻ്റെ ഫേസ് തുടയ്ക്കാൻ പറ്റിയിട്ടുള്ള ടവല് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റീസ്, നമ്മൾ ഹോസ്പിറ്റലിൽ എന്തായാലും 2-3 ദിവസം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി നൈറ്റി, ഷോള് കാര്യങ്ങൾ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ബേബി സോപ്പ്, അതുപോലെ തന്നെ കുഞ്ഞു വെളിച്ചെണ്ണ, അതിപ്പം ലേബർ റൂമിനുള്ളിൽ ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു വെളിച്ചെണ്ണയും, പിന്നെ നമ്മളിപ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും പാത്രം കഴുകാനൊക്കെ ഉണ്ടാവും. അപ്പം എക്സോ സോപ്പ്, ഡെറ്റോളിൻ്റെ ക്ലോത്തൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ഡെറ്റോളിൻ്റെ ഒരു 2 സോപ്പും, പിന്നെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പും, പിന്നെ പാത്രം കഴുകാനുണ്ടാവുമ്പം എക്സോൻ്റെ ഒരു വാഷ് ചെയ്യുന്ന സാധനം ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് ഇത്രയും വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാഗിൽ എൻ്റെ ഉമ്മേൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പം ഉമ്മേൻ്റെ ഡ്രസ്സും ഉമ്മേൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ ഉമ്മേൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും പിന്നെ ബേബീൻ്റെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഷീറ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടോ എന്നറിയില്ല, എന്നാലും ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് എന്തായാലും വേണമല്ലോ, അങ്ങനെ 2 ബെഡ്ഷീറ്റ് അതും ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല വൈറ്റ് തുണി എന്തായാലും എനിക്ക് ആവശ്യം വരും, അപ്പോൾ നമുക്ക് ലേബർ റൂമിനുള്ളിലേക്ക് അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെൻ്റെ സീബുട്ടിൻ്റെ ഡ്രസ്സാട്ടോ, അവൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ അവളുടെ കുറച്ച് ഡ്രസ്സസ്സാണ് അതും. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബാത്ത് ടവല് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതും ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, പിന്നെ അതേപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പൗഡർ, ചീർപ്പ് അങ്ങനത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സംസം വെള്ളമാണ്, അത് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. സംസം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറക്കാണ്ട് എടുത്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഫയലാണ്, അത് ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കുക. പിന്നെ കുറച്ച് കവേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും നമുക്ക് ആവശ്യം വരും, കവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ. ഇത് ഞാൻ അന്ന് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. ബാഗ് 3-4 ബാഗുണ്ട്, ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോരോ ബാഗുകൾ വെച്ചത്. ഒന്നിൽ നമ്മളെ ഡ്രസ്സ്, ഒന്നിൽ ബേബിൻ്റെ ഡ്രസ്സ്, ഒന്ന് ആവശ്യമുള്ള ഡ്രസ്സ്, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ 3-4 ബാഗാണ്. ഇത് നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പം അവർ ഇരിക്കുന്നതാട്ടോ വെറുതെ.
പിന്നെ ഞാനിത് ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഉപകാരപ്പെടുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വൈപ്സ്, ബേബി പൗഡർ, ലോഷന്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഫ്ലാസ്ക്, പിന്നെ നമ്മളെ പായ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. അതും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഫയൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിക്ക് വേണ്ടിയ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ്, അങ്ങനത്തെ, പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാവിധ ഒരുവിധ വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.